സന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ള ഒന്നാണ്, കൂടിച്ചേരുക എന്നുള്ളതാണ് അല്ലേ. ഒരുപാട് സന്ധികളുണ്ട്. അതിലൊന്നാണ് ലോപസന്ധി. ലോപിക്കുക എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ എളുപ്പം. ലോപം എന്ന് പറയുമ്പോൾ ഇന്നതാണ് എന്ന് അത് ചെറിയ ചെറിയ പോയിൻ്റാക്കി മനസ്സിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് നമുക്കെടുത്ത് ഓർത്തെഴുതാം. വിശദീകരിച്ച് ആലോചിച്ച് ഒന്നും പോകണ്ട. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിൽ വെച്ച് എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പൂർവപദത്തിൻ്റെ അന്ത്യത്തിലിരിക്കുന്ന വർണ്ണം ലോപിച്ചു പോവുകയാണെങ്കിൽ അതിനെ ലോപസന്ധി എന്ന് പറയും. എളുപ്പമല്ലേ? രണ്ട് ശബ്ദങ്ങൾ ചേരുകയാണ്. സന്ധി എന്ന് പറയുമ്പോൾ ആ ചേർച്ചയാണല്ലോ. രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ ചേരുന്നു. അത് ചേരുന്ന സമയത്ത് പൂർവ്വപദത്തിൻ്റെ അവസാനം, അന്ത്യം എന്ന് പറയുമ്പോൾ അവസാനം ഇരിക്കുന്ന വർണ്ണം ലോപിച്ചു പോവുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന സന്ധിയാണ് ലോപസന്ധി എന്ന് പറയുന്നത്.